മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യം കാണിച്ച ഒരു MLA, അത്തരത്തിലുള്ള ഒരാളെ ചാനൽ ചർച്ചയിലിരുന്ന് CPM-ന്റെ നേതാക്കന്മാർ അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വേർക്കുന്നത് നിതിരി കണ്ടിട്ടില്ലേ? ഒരു സംശയമില്ലല്ലോ ആ കാര്യത്തിൽ. അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നുള്ളത് ഇവർ കാത്തിരിക്കുക എന്നുള്ള കാര്യത്തിൽ സന്ദേശ സിനിമയിലെ കുമാരപിള്ള സാറ് പറഞ്ഞ പോലെ തന്നെയല്ലേ ഇവർ ചെയ്യുന്നത്. അതായത് വളർന്നു വരുന്ന ചെറുപ്പക്കാരെ വല്ല ഗർഭക്കേസിൽ കുടുക്കി അവരെയൊക്കെ ഭാവിയില്ലാതെ അതൊക്കെന്നല്ലേ CPM ചെയ്തത്. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ കൊത്തിവലിക്കുന്ന ആളുകൾക്ക് ഇത് പറയാനുള്ള ധാർമ്മികമായ എന്താ അവകാശമുള്ള? മറുഭാഗത്ത് അതേ നിയമസഭയിൽ മുകേഷ് ഇരിക്കുക. അതെ, തീർച്ചയായിട്ടും. പുറത്ത് പാർട്ടി ഓഫീസിനകത്ത് PK ശശി ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ P ശശി ഇരിക്കുന്നുണ്ട്. പിന്നെ CPM-ന് എന്ത് ധാർമ്മിക അവകാശമാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ഇത്തരത്തിൽ കുത്തിവലിക്കാനും? അദ്ദേഹം മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്നാണ് CPM-ഉം യുവമോർച്ചയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും മണ്ഡലത്തിലെത്തിയാൽ അദ്ദേഹത്തിന് ജനങ്ങളോടുള്ള ഒരു സമീപനം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സമീപം എങ്ങനെയായിരിക്കും?